നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 3-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 21-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ആഴ്ചയുടെ ആരംഭമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ തിങ്കളാഴ്ചയെ ആസ്പദമാക്കിയാണ് ആ ആഴ്ച തന്നെ നിൽക്കണേ. ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് പുതിയ സംരംഭങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ശോഭനമല്ലെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കും. അപ്പോൾ അത്രയ്ക്ക് നേട്ടഭാവത്തെ കൊടുക്കുന്ന സമയമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിന് വേണം ഇറങ്ങാം. കാരണം രേവതി നക്ഷത്രം, രേവതി എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. മറ്റൊന്ന്, രേവതിക്ക് മുകളിൽ നക്ഷത്രമില്ല. നക്ഷത്രങ്ങളുടെ ഏറ്റവും ടോപ്പാണ് ശരിക്ക് രേവതി. അപ്പോൾ രേവതി നക്ഷത്രം തിങ്കളാഴ്ച, തിങ്കളെന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസം. ചന്ദ്രന് ശത്രുക്കളില്ലാത്ത ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങാം. മകരമാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ബർത്ത്ഡേ ഫലം ചിന്തിക്കുമ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുകയാണ്. ഒരു വർഷക്കാലം നമുക്കെങ്ങനെയായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ശരിക്ക് രേവതി നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ചയും കൂടി വന്നതുകൊണ്ട്. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും. ചന്ദ്രൻ ഗ്രഹകാരകനാണ്, വാഹനകാരകനാണ്, വിദേശകാരകത്വം വഹിച്ച ഗ്രഹമാണ്. ഇതൊക്കെ നമുക്ക് അനുകൂലപ്രദമായി തീരും. വീട് വെക്കാനോ അല്ലെങ്കിൽ വസ്തു മേടിക്കാനോ വീട് മോടി പിടിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കരുത്. അതേപോലെ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം പുതുക്കി പണിയാനോ കൊടുത്ത് വേറെ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, വിദേശത്ത് ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലപ്രദമായ കാലഘട്ടമാണ് എന്നറിയുക. വളരെ പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ് എന്ന് അറിയുക. അപ്പോൾ ഈ വിഭാഗക്കാർ ധൈര്യമായിട്ട് ശ്രമം തുടരണം. കാരണം നമുക്ക് നല്ല സമയമാണെങ്കിൽ മാത്രമേ ശ്രമിക്കാവൂ. കാരണം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിതയാത്രയിലാണ്. അതിൽ ഗട്ടർ റോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡ് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി പതുക്കെ പോവുകയും ഹൈവേ വരുമ്പോൾ സ്പീഡ് കൂട്ടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെന്തിനാണ് മഹാമഹർഷി വര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്? നമ്മളെ ജീവിതം നമ്മൾ നോക്കി യാത്ര ചെയ്ത് അപകടങ്ങളിൽ പെടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശരിക്ക് ഇന്ന് നല്ല ദിവസമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് രാഹുകാല സമയം നോക്കി വേണം നമ്മൾ രാവിലെ യാത്ര തിരിക്കാൻ. കാരണം രാവിലെ രാഹുകാലം വരുന്ന ദിവസമാണ് ശരിക്കും തിങ്കളാഴ്ച. കലണ്ടറിൽ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് 7:30 മണി മുതൽ 9 മണി വരെ എന്ന്. പക്ഷെ ഇന്ന് രാഹുകാല സമയം 7:30 മണിക്കല്ല. രാഹുകാല സമയം വരുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ 8:17 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ, 9:44 വരെ. അപ്പോൾ നമ്മൾ 7:30 രാഹുകാലം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് തിരിക്കുകയും 9 മണിക്ക് രാഹുകാലം തീർന്നു എന്ന് വിചാരിച്ച് യാത്ര തിരിക്കുകയും ചെയ്യരുത്. കാരണം 8:17 ആയിട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9:44 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് രാവിലെ എണീറ്റ് നല്ല കാര്യങ്ങൾക്ക് യാത്ര തിരിക്കാൻ നല്ലതല്ല. രാഹുകാലം നോക്കി പോകുന്നത് നന്നായിരിക്കും.
അതുപോലെ ഇന്നും നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, നല്ല എല്ലാം നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പ്രപഞ്ചത്തിൽ തന്നെ 2 നെഗറ്റീവ് ഫലങ്ങളെ കൊടുക്കുന്ന സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 2 മണി 5 മിനിറ്റ് തൊട്ട് 3 മണി 32 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 11 മണി 11 മിനിറ്റ് തൊട്ട് 12:28 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം. ഇതിനകത്തൊരു 4 മിനിറ്റ് മധ്യസമയം പോകുമെങ്കിലും നമുക്ക് 48 മിനിറ്റ് 44 മിനിറ്റും ഉണ്ട്. അതേപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് ശുഭ്രവസ്ത്രം ധരിച്ചു കൊണ്ട് പോകുന്നത് നമുക്ക് പോസിറ്റീവ് എനർജി കൂട്ടാൻ സഹായിക്കും. ഓരോ ദിവസത്തിനുള്ള പ്രത്യേകത എന്താണ്? ആ ദിവസത്തിൽ ശരിക്ക് ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും. പ്രപഞ്ചത്തിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീന വലയത്തിലാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സ്വാധീന വലയത്തിലാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ ശരിക്ക് പേളിൻ്റെ കളറിലുള്ളതോ വെളുപ്പ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് നന്നായിരിക്കും. അത് നമുക്ക് പോസിറ്റീവ് എനർജി കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.